ഇന്ത്യയിലെ പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലിസ്റ്റിൽ ഇച്ചിരി അധികം പ്രാധാന്യമർഹിക്കുന്ന സ്ഥാപനമാണ് IIIT ഹൈദരാബാദ് അഥവാ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നോട്ട് ഫോർ പ്രോഫിറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലാണ് IIIT ഹൈദരാബാദ് സ്ഥാപിതമായിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു മോഡൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. 1998 ഇത് ആരംഭിച്ചത്. 25 റിസർച്ച് സെൻറ്റേഴ്സ് ഉണ്ട്, 30 പ്രോഗ്രാമുകൾ. ഹൈദരാബാദിലെ 66 ഏക്കർ ക്യാമ്പസിലാണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ IIIT ഹൈദരാബാദിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കായി 7 രീതികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോന്നും പരിഗണിക്കാം. മെയിൻ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ അഡ്മിഷൻ പ്രൊസീജിയർ ഉണ്ട്. SPEC അഥവാ സ്പെഷ്യൽ ചാനൽ ഓഫ് അഡ്മിഷൻ എന്ന രീതിയിൽ അഡ്മിഷൻ ലഭിക്കാം. ദാസ കോട്ടയുടെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാം. UGEE അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാം. ലാറ്ററൽ എൻട്രി എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ ലഭിക്കാം. ഒളിമ്പ്യാഡിലെ വിന്നേഴ്സിന് അഡ്മിഷൻ ലഭിക്കാം. അതുപോലെ തന്നെ ബോർഡ് എക്സാമിലെ ടോപ്പേഴ്സിന് അഡ്മിഷൻ ലഭിക്കാം. ഇത്തരത്തിൽ 7 തരത്തിലുള്ള അഡ്മിഷൻ ക്രൈറ്റീരിയ ആണ് അവിടെയുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചാണ്, അഥവാ UGEE എക്സാമിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. UGEE എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ്. അതായത് BTechഉം അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച് എന്ന് പറയുന്ന ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. 5 വർഷ കാലാവധിയുള്ള ഒരു പ്രോഗ്രാമാണിത്. ഇനി നമുക്ക് അവിടുത്തെ വിവിധ പ്രോഗ്രാമുകളൊന്ന് പരിശോധിക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നീ BTech വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച് അതേ വിഷയങ്ങളിൽ തന്നെ നേടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് BTechന് കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസ്റ്റർ ഓഫ് സയൻസ് ബൈ റിസർച്ച് എന്ന പ്രോഗ്രാമിന് വേണമെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്, കമ്പ്യൂട്ടേഷണൽ നാച്ചുറൽ സയൻസ്, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഹ്യൂമൻ സയൻസ്, ജിയോസ്പേഷ്യൽ ടെക്നോളജി എന്നിങ്ങനെ വിവിധങ്ങളായ ടോപ്പിക്കുകൾ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31, 2026 അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, എൻട്രൻസ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് മെയ് 2 ഇൻ്റർവ്യൂ, അതായത് ഹൈദരാബാദിലെ ക്യാമ്പസിൽ വെച്ചുള്ള ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ജൂൺ 4 മുതൽ 6 വരെയുള്ള തീയതികളിലാണ്. UGEE എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അപ്ലൈ ചെയ്യുന്നതിനുമായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ugadmissions.iit.ac.in. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി എന്ന് നമുക്ക് പരിശോധിക്കാം. 2023 2026 ജൂണിനും ഇടയിൽ +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് UGEE എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷനാണ് ഇത് നടത്തപ്പെടുന്നത്. ഈ ഒരു എക്സാമിന് 3 മണിക്കൂറാണ് ദൈർഘ്യം. അതിൽ തന്നെ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത് സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് 60 മിനിറ്റിൻ്റെ ചോദ്യങ്ങൾ, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 120 മിനിറ്റ് എന്നിങ്ങനെ 2 പാർട്ടുകളാണ് ആകെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. UGEE എൻട്രൻസ് എക്സാമിന് 2 പേപ്പറുകൾ ഉണ്ടെങ്കിലും സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് 60 മിനിറ്റും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 120 മിനിറ്റ് എന്നിങ്ങനെ 2 പാർട്ടുകൾ ഉണ്ട് എങ്കിൽ തന്നെയും സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ടെസ്റ്റിൽ മിനിമം മാർക്ക് നേടുന്ന വിദ്യാർത്ഥികളുടെ മാത്രമേ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിലേക്കുള്ള ക്ഷണം നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 2 ടെസ്റ്റും സബ്ജക്ട് പ്രൊഫിഷ്യൻസി ടെസ്റ്റിനും അതുപോലെ തന്നെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും 25% എന്ന കണക്കിൽ നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. എക്സാമിനേഷൻ മെയ് 2 നടത്തപ്പെടുന്നത്. രാവിലെ 9 മുതൽ 12 മണി വരെയാണ് എക്സാം നടത്തപ്പെടുന്നത്. ഇനി കേരളത്തിലെ എക്സാം സെൻറ്റേഴ്സ് ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ എക്സാം സെൻറ്റേഴ്സ് ലഭ്യമാണ്. ഇനി UGEE എൻട്രൻസ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത് ജൂൺ 4 മുതൽ 6 വരെ ഹൈദരാബാദിലെ ക്യാമ്പസിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ നടത്തപ്പെടുന്നത്. ഇനി അവിടുത്തെ ഒരു എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫീയെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 3100 രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1550 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. IIITയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അതുപോലെ തന്നെ ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിനുമായി സന്ദർശിക്കുക ugadmissions.iit.ac.in. Brilliant Study Center, India's #1 coaching center for NEET and JEE.